ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി കിച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് സവാളയാണ്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. തക്കാളി എല്ലാം ഞാൻ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ക്യാപ്സിക്കം, ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്താൽ മതിയാവും. പച്ചമുളക്, 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവുള്ള പച്ചമുളകാണ്. ബീൻസ്, ഉരുളക്കിഴങ്ങ്, ഇത്രയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. ഒരു കുക്കർ നമുക്ക് അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇതിന്റെ അളവുകളെല്ലാം ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കായപ്പൊടി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കിയതിന് ശേഷം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇതുപോലെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം ഇവിടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ചെറുപയർ പരിപ്പും പച്ചരിയും നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പച്ചക്കറിയിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇതുപോലെ വഴറ്റി കൊടുക്കാം. ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറുപയർ പരിപ്പും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 3 ഗ്ലാസ് വെള്ളം നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ ചെറുപയർ പരിപ്പും പച്ചരി എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെയാണ് നമുക്ക് വെള്ളവും എടുത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 3 ഫിഷിൽ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കേൾപ്പിക്കാം. കണ്ടില്ലേ, ഇവിടെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇല്ല എങ്കിൽ നമുക്ക് ഇപ്പോഴും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. മല്ലിയില ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വേറൊരു പാനിൽ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ആ കിച്ചടിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ ഇവിടെ കിച്ചടി തയ്യാറായി. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറൈറ്റി ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ എപ്പോഴെങ്കിലും ഒന്ന് കഴിച്ചു നോക്കുന്നത് വളരെയധികം നന്നായിട്ടിരിക്കും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ പേർക്കും ബൈ ബൈ.